ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും ഒരു ഹോട്ട് ടോപ്പിക്കാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമുക്ക് ഈ സെഷനിൽ കാണാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. Which of the following institutes was founded by M.G. Ranade and G.V. Joshi? Okay, M.G. Ranade and G.V. Joshi ഫോം ചെയ്ത ഓർഗനൈസേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അഭിനവ് ഭാരത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, പൂന സാർവജനിക് സഭ. അഭിനവ് ഭാരത് ഇന്ത്യയിലെ ഒരു റവല്യൂഷണറി ഓർഗനൈസേഷൻ ആയിരുന്നു അഭിനവ് ഭാരത്. നാസിക്കിൽ V.D. സവർക്കർ ആണ് 1904 അഭിനവ് ഭാരത് ഫോം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം, ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ഓൾ ഇന്ത്യ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ബോംബെയിൽ എയോ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്യുന്നത്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിൻഗാമിയായി വന്ന 1885 ബോംബെയിൽ വന്ന ഓർഗനൈസേഷൻ ആയിരുന്നു ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. നെക്സ്റ്റ് പൂന സാർവജനിക് സഭ പൂനെയിൽ വന്ന എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടി സോഷ്യൽ ഡെവലപ്മെന്റിന് വന്ന ഓർഗനൈസേഷനാണ് പൂന സാർവജനിക് സഭ. 1870 പൂന സാർവജനിക് സഭ വന്നത്. അതിന്റെ ഫൗണ്ടേഴ്സ് M.G. റാനഡെ ആൻഡ് G.V. ജോഷി ആയിരുന്നു. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ബാക്കി ഓർഗനൈസേഷനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, G.V. ജോഷി ഓർത്തിരിക്കുക, മഹാരാഷ്ട്രയിൽ നിന്നുള്ള സോഷ്യൽ റിഫോമർ ആണ് G.V. ജോഷി. G.V. ജോഷി പോപ്പുലർലി നോൺ ആസ് സാർവജനിക് കാക്ക. മറക്കാതിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫ്രോം ദ ഫോളോവിംഗ് ഈസ് നോൺ ആസ് സാർവജനിക് കാക്ക. G.V. ജോഷി ഈസ് നോൺ ആസ് സാർവജനിക് കാക്ക. അഭിനവ് ഭാരത് നമ്മൾ പറഞ്ഞു 1904 നാസിക്കിലാണ് ഉണ്ടായത്. അത് V.D. സവർക്കറും അദ്ദേഹത്തിന്റെ സഹോദരനായ ഗണേഷ് സവർക്കറുമാണ് ഈ അഭിനവ് ഭാരത് ഉണ്ടാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ബോംബെയിൽ ഫോം ചെയ്തു. എയോ ഹ്യൂം ആയിരുന്നു പ്രധാനപ്പെട്ട ഓർഗനൈസർ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ INCക്ക് തൊട്ട് മുമ്പായി വന്ന ജസ്റ്റ് പ്രെഡസസർ ഓഫ് INC ആണ്. 1885 ബോംബെയിലാണ് ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദ്രുദ്ദീൻ ത്യാബ്ജി എന്ന് പറയുന്ന ബോംബെ ടിമുവറൈറ്റ്സ് ഫോം ചെയ്തതാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. പൂന സാർവജനിക് സഭ 1870 പൂനെയിൽ ഫോം ചെയ്തു. മഹാദേവ് ഗോവിന്ദ് റാനഡെയും ഗണേഷ് വാസുദേവ് ജോഷി, G.V. ജോഷി ആൻഡ് S.H. ചിപ്ലങ്കറായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഫൗണ്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Which of the following movement was founded in Bengal? ഓക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. രാമകൃഷ്ണ മിഷൻ, ആര്യ സമാജ്, സത്യശോധക് സമാജ്, പ്രാർത്ഥന സമാജ്. ഇവിടെ നോക്കിയാൽ അറിയാം, രാമകൃഷ്ണ മിഷൻ നമുക്കറിയാം നമ്മുടെ നാഷണൽ യൂത്ത് ഡേ നമ്മൾ ആഘോഷിക്കുന്ന ഇന്ത്യയുടെ യൂത്ത് ഐക്കൺ എന്നറിയപ്പെടുന്ന സ്വാമി വിവേകാനന്ദൻ ഫോം ചെയ്ത ഓർഗനൈസേഷൻ രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ഫോം ചെയ്തത് ബംഗാളിലാണ്. ഓക്കെ, ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദു സൊസൈറ്റിയെ, ഹിന്ദു റിലീജിയനെ റിഫോം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഓർഗനൈസേഷനാണ് ആര്യ സമാജ്. ഗോ ബാക്ക് ടു വേദാസ് എന്നുള്ള സ്ലോഗൻ ആര്യ സമാജിനോടനുബന്ധിച്ച് സ്വാമി ദയാനന്ദ സരസ്വതി ഉയർത്തുന്നുണ്ട്. ആര്യ സമാജ് ഫോം ചെയ്തത് അത് ബോംബെയിലാണ്. ഓക്കെ, അത് സത്യശോധക് സമാജ്. ജ്യോതിബ ഫുലെ ഡിപ്രസ്ഡ് ക്ലാസസിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഓർഗനൈസേഷനാണ് ദാറ്റ് ഈസ് സത്യശോധക് സമാജ്. അതും ബോംബെയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ പ്രാർത്ഥന സമാജ് ബോംബെയിലാണ്. ബോംബെയിലെ സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ ആയിരുന്നു പ്രാർത്ഥന സമാജ്. ദഡോബ പാണ്ഡുരംഗ്, ആത്മറാം പാണ്ഡുരംഗ് എന്നീ വ്യക്തികളാണ് പ്രാർത്ഥന സമാജ് ഫൗണ്ട് ചെയ്തത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ബംഗാളിൽ ഫോം ചെയ്ത സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ, രാമകൃഷ്ണ മിഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. രാമകൃഷ്ണ മിഷൻ പറഞ്ഞു സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ ഫോം ചെയ്തത്. മറക്കാതിരിക്കുക, രാമകൃഷ്ണ മിഷൻ ഫോം ചെയ്തത് ബേലൂർ നിയർ കൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണ് നമുക്ക് രാമകൃഷ്ണ മിഷൻ ഫോം ചെയ്യുന്നത്. ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. മറക്കാതിരിക്കുക, ഗോ ബാക്ക് ടു വേദ. അത് ഗോ ബാക്ക് ടു വേദ എന്നുള്ള സ്ലോഗൻ ആര്യ സമാജിന്റെ ഫൗണ്ടറായ സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക, ഗോ ബാക്ക് ടു ഗീത പറയുന്നത് രാമകൃഷ്ണ മിഷന്റെ ഫൗണ്ടറായ സ്വാമി വിവേകാനന്ദനാണ്. ഗോ ബാക്ക് ടു ഗീത പറയുന്നത്. സത്യശോധക് സമാജ് പുനെയിലാണ് ഫൗണ്ട് ചെയ്തത്, മഹാരാഷ്ട്രയിലെ പുനെയിൽ. അത് ജ്യോതിറാവു ഫുലെയാണ് ഫോം ചെയ്യുന്നത്. പ്രാർത്ഥന സമാജ് ബോംബെയിലാണ് ഫോം ചെയ്യുന്നത്. ആത്മറാം പാണ്ഡുരംഗ് അദ്ദേഹത്തിന്റെ സഹോദരനായ ദഡോബ പാണ്ഡുരംഗുമാണ് പ്രാർത്ഥന സമാജ് ഫൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു സ്റ്റാർട്ടഡ് ദ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ഇൻ 1927? മറക്കാതിരിക്കുക, ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ഇൻ 1927 സ്റ്റാർട്ട് ചെയ്ത ആരാണ്? M.G. റാനഡെ, ഭീംറാവു അംബേദ്കർ, മഹാത്മാഗാന്ധി, ആനി ബസന്റ്. ആൻസർ ഭീംറാവു അംബേദ്കർ ആണ് 1927 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിപ്രസ്ഡ് ക്ലാസസിന് ടെമ്പിൾ എൻട്രി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഭീംറാവു അംബേദ്കർ ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ M.G. റാനഡെ നമുക്കറിയാം. M.G. റാനഡെ ബോംബെ നമ്മൾ ഓൾറെഡി കണ്ടു. പ്രാർത്ഥന സമാജിന്റെ ഫൗണ്ടറായിട്ട് M.G. റാനഡയെ നമ്മൾ കണ്ടു. ആക്ച്വലി പ്രാർത്ഥന സമാജിന്റെ ഫൗണ്ടർ അല്ല, പ്രാർത്ഥന സമാജിന്റെ പ്രധാനപ്പെട്ട പ്രൊമോട്ടർ ആയിരുന്നു M.G. റാനഡെ. ഫൗണ്ടർ ദഡോബ പാണ്ഡുരംഗാണ്, ആത്മറാം പാണ്ഡുരംഗമാണ്.
മഹാത്മാഗാന്ധി നമുക്കറിയാം, ആനി ബസന്റ് നമുക്കറിയാം ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഹോം റൂൾ മൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി മുൻകൈ എടുത്ത വ്യക്തിയും ആനി ബസന്റ് ആണ്. ഓർത്തിരിക്കുക, നമ്മൾ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് 1927 സ്റ്റാർട്ടഡ് ബൈ BR അംബേദ്കർ. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇൻവോൾവ് പീപ്പിൾ ഫ്രം മഹർ കാസ്റ്റ് ആയിരുന്നു. ദ മൂവ്മെന്റ് ലെഡ് ടു ലോവർ കാസ്റ്റ് പീപ്പിൾ ബീങ് അലൗഡ് ടു enter temples and use water from temple wells. Okay, മറക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിശ്വഭാരതി, ഈ ഫേമസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഫൗണ്ടഡ് ഇൻ 1921 ബൈ. നമുക്കറിയാം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത ആരാ? എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഇതിനനുബന്ധിച്ച് ചോദിച്ചിരിക്കുക, വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയെ ദ ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യവും മറക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാഡ് ഫൗണ്ടഡ് ദ വിമൻസ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത വ്യക്തി ആരാണ്? DK കാർവെ ഓർ ദോണ്ടോ കേശവ് കാർവെ, അശുതോഷ് മുഖർജി, വില്യം ഹണ്ടർ, സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്, DK കാർവെ. മറക്കാതിരിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ യൂണിവേഴ്സിറ്റി 1916 ബോംബെയിലാണ് DK കാർവെ ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് വിമൻ യൂണിവേഴ്സിറ്റി വരുന്ന വർഷം ഓർത്തിരിക്കുക, 1960 ഫോം ചെയ്ത സ്ഥലം ഓർത്തിരിക്കുക, ബോംബെയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തി ഓർത്തിരിക്കുക, DK കാർവെ. ഓക്കെ, സയ്യിദ് അഹമ്മദ് ഖാനെ നമുക്കറിയാം, മുസ്ലിം സോഷ്യൽ റിഫോമിസ്റ്റ് ആയിരുന്നു സയ്യിദ് അഹമ്മദ് ഖാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് കമ്മ്യൂണിറ്റി വാസ് എ ജേണൽ റസ്ത് ഗോഫ്താർ സ്റ്റാർട്ടഡ് for the purpose of social religious movements? Okay, റസ്ത് ഗോഫ്താർ എന്ന് പറയുന്ന ജേണൽ ഏത് റിലീജിയന്റെ റിലീജിയന്റെ സോഷ്യൽ ഡെവലപ്മെന്റ്സുമായിട്ടാണ്, സോഷ്യൽ റിഫോംസുമായിട്ട് പ്രവർത്തിച്ചത്? 6 മുസ്ലിംസ്, പാഴ്സീസ്, ഹിന്ദു. ഓക്കെ, ഹിന്ദു റിലീജിയന്റെ അല്ല, പാഴ്സി റിലീജിയന്റെ റിഫോംസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ജേണലായിരുന്നു റസ്ത് ഗോഫ്താർ. ദാദാബായ് നവറോജി ഈ റസ്ത് ഗോഫ്താറിന്റെ വൺ ഓഫ് ദി മെയിൻ എഡിറ്റർ ആയിരുന്നു. കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, who is credited with the establishment of Servants of India Society? Okay, Servants of India Society എന്ന ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ലാല ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, CR ദാസ്. ലാല ലജ്പത് റായ് നമുക്കറിയാം, ഹീസ് നോൺ ആസ് പഞ്ചാബ് കേസരി, അല്ലെ, പഞ്ചാബ് സിംഹം, ദ ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാല ലജ്പത് റായ്. നെക്സ്റ്റ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി. ഓക്കെ, വൺ ഓഫ് ദി ബെസ്റ്റ് പാർലമെന്റേറിയൻ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെ 1905 സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷൻ ആണ് that is Servants of India Society. So Servants of India Society was founded by Gopal Krishna Gokhale in 1905 in order to train a youth in order to train some youths for the Mother India എന്നുള്ളതായിരുന്നു, for the service of Mother India എന്നുള്ളതായിരുന്നു ഈ പറയുന്ന Servants of India Society objective. MG Ranade was the political guru of Gopal Krishna Gokhale. മറക്കാതിരിക്കുക, MG Ranade. Then CR Das, Deshabandhu CR Das. Actually, he was a national leader from Calcutta, and he is famous for the establishment of Congress Khilafat Swaraj Party or Swaraj Party. Okay, next question, and CR Das was the political guru of Subhash Chandra Bose. Okay, next question, in which of the following years was the Child Marriage Restraint Act passed? Okay, Child Marriage Restraint Act. Okay, Child Marriage Restraint Act. So, ഈ Child Marriage Restraint Act ന്റെ മറ്റൊരു പേരായ ശാരദ ആക്ട് നിങ്ങൾ അറിയാതിരിക്കും. ശാരദ ആക്ട്, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ശാരദ ആക്ട്, ഓൾസോ നോൺ ആസ് ശാരദ ആക്ട്. ഇപ്പോൾ കിട്ടിയോ? ശാരദ ആക്ട് ഈസ് ഫൗണ്ടഡ് came into being in 1929 during the time of Lord Irwin. Okay, മറക്കാതിരിക്കുക, during the time of Lord Irwin, the Sharda Act or Child Marriage Restraint Act was introduced in India. Next, Swami Dayananda Saraswati founded a reform organization in 1875 that attempted to reform Hinduism. What was it called? Okay, Arya Samaj, Pratna Samaj, Satyashodak Samaj, Brahma Samaj. Already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് Arya Samaj. Arya Samaj is a social reform organization founded by Swami Dayananda Saraswati in 1875 at Bombay. Actually, at Bombay, the first meeting of Samaj was held at Bombay, but the headquarters of Arya Samaj was at Lahore. Okay, so Lahore was the headquarters of Arya Samaj, and it was founded in Bombay by Swami Dayananda Saraswati. So option A is the correct answer. And in addition to that, you have to remember the 2 points. The Shuddhi movement to converted Hindus to Hinduism. One who converted from Hindu religion to Hinduism. That is Shuddhi movement was launched by
Swami Dayananda Saraswati. Again, go back to Vedas is a motto, is a slogan raised by Swami Dayananda Saraswati. Then Prarthana Samaj is a social reform organization founded by Atmaram Pandurang and Dadoba Pandurang at Bombay. Satyashodak Samaj is founded in Pune by Jyotiba Phule. Brahma Samaj, the first social reform organization in India, was founded by Raja Ram Mohan Roy at Calcutta. Next question. Which religion, so this is the last question of this session, which religion has the maximum number of followers in Bhutan? Hindu, Islam, Buddhism, Christian. So the correct answer is Buddhism. So the largest number of followers in Bhutan, that is Buddhism. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്